ഗൈസ്, വെൽക്കം ബാക്ക് ടു ആ ന്യൂ വീഡിയോ. അതായത് നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാം. എന്തുണ്ടാക്കണം? ഫ്രൈഡ് റൈസ്. എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾക്കറിയാം. പക്ഷെ എന്നിരുന്നാ പോലും ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. സോ ഈ വീഡിയോ അവർക്കും പിന്നെ പുതിയ രീതിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കുമാണ്. അത്ര പുതിയ രീതിയൊന്നുമല്ല, സിമിലാരിറ്റി സിമിലർ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാ പോലും ചിലപ്പോ നമ്മുടെ കണ്ടിട്ട് ഉണ്ടാക്കാൻ തോന്നിയാലോ, ഉണ്ടാക്കാൻ തോന്നിയില്ലെങ്കിലും അതെ ഉണ്ടാക്കി നോക്കണം. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നമ്മള്. വെറൈറ്റി ആയിട്ട് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. സോ ഈ ഒരു വീഡിയോ എടുത്തേക്കാക്കുമ്പോ വീഡിയോ എടുത്ത് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ യു ഗൈസ് ട്രൈ ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇപ്പൊ സമയം രാത്രി 10 മണിയാവാൻ പോണെന്നാ തോന്നണത്. 9 മണിയാകുമ്പോ. സോ ഇതൊക്കെ ഉണ്ടാക്കി ഇന്ന് എപ്പ തിന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കി ഇരിക്കും അല്ലെ? എന്തായാലും നമ്മൾ ഉണ്ടാക്കണം. എപ്പോഴും ഉണ്ടാക്കിയിരിക്കും, കഴിക്കും, കിടന്നുറങ്ങും. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു ഫുൾ ചിക്കൻ ഉണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തത് ഒരു 3 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി പൗഡർ, പിന്നെ അതേപോലെ 2 മുട്ട, പിന്നെ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഉപ്പിട്ട് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട്, പിന്നെ നമ്മൾ സോയാ സോസ് ഒരു 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മളിത് മാരിനേറ്റ് ചെയ്തിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ടാവും വെച്ചിട്ട്. പിന്നെ നമ്മൾ ബീൻസും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ സോസസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് വറുത്തെടുക്കണം. ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾറെഡി വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഫുള്ള് ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണമെന്നില്ല, കാരണം നമ്മൾ ചില്ലി ചിക്കൻ അല്ലേ ഉണ്ടാക്കണം. അപ്പൊ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് മറിച്ചിടാം. അപ്പൊ നമ്മള് അരിയൊക്കെ വേവിച്ചു. ഇതിപ്പോ 1 കിലോ അരിയുണ്ട്. അപ്പൊ നമ്മ അതിന് പാത്രത്തില് അളവിലെടുത്തിട്ട് അരിക്ക് മീതെ നിൽക്കുന്ന തരത്തിൽ വെള്ളം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ബാക്കി ഇങ്ങനെ ഊറ്റി എടുക്കുക ചെയ്യാറ് സാധാരണ. പിന്നെ ഇപ്പൊ ഇത് ചിക്കൻ ഇവിടെ വറുത്ത് വന്നോണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മള് ചില്ലി ചിക്കൻ വെക്കാൻ പോകണം. അപ്പൊ നമ്മള് നേരത്തെ പൊട്ടിത്തെറിക്കും മിക്കവാറും വറുത്ത എണ്ണയാണ് ഇടണത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ എണ്ണ ഇട്ട്, അപ്പൊ നമ്മൾ ചിക്കൻ വറുത്തതിനെ കുറച്ച് ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അത്യാവശ്യം ചൂടാവുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് ഓൾറെഡി ചൂടായതാണ്. നമ്മള് ചിക്കൻ വറുത്തോ? അതെ അതെ. നമ്മൾ ആദ്യം തന്നെ സവാള ഇടാൻ വേണ്ടിയാണ്. മിക്കവാറും ഇത് പൊട്ടിത്തെറിക്കും. സവാള വെളുത്തുള്ളിലേക്ക് ഒരുമിച്ച് അതുകൊണ്ട് വെളുത്തുള്ളികൾ മിക്സ് ആവുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധി കൂടുതലായി കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഇത് അമ്മയാണ് അരിഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചേക്കണത്. ഇതൊന്ന് വാടിയിട്ട് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഈ വെളുത്തുള്ളിലേക്ക് ഇടേണ്ടതെങ്കിലും മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ആലോചിച്ച് സമാധാനിക്കാം. എല്ലാ ലാസ്റ്റ് ഒരുമിച്ചാണല്ലോ. എന്ത് നമ്മൾ കഴിക്കുമ്പോ എല്ലാം ഒരുമിച്ചല്ലേ. അങ്ങനെ ഇതിന് നൈസായിട്ടൊന്ന് വാടണം. അതെ, നൈസായിട്ടൊന്ന് വാടിക്കഴിയുമ്പം നമുക്ക് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇതിന്റെ കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെന്ത് പോകും. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് തീ ഇത് ഫുള്ളിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഇതാ അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം. സോ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും. സോ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എനിക്കും പറഞ്ഞത് മമ്മിയുടെ അമ്മയാണ്, പക്ഷെ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. പിന്നെ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. സോ അത് അവർക്കൊരു യൂസ്ഫുൾ ടിപ്പ് ആയിക്കോട്ടെ. ഇത് നൈസായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ സവാള ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതും പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും.
സോ ഇച്ചിരി നേരം തന്നെ കുക്ക് ചെയ്താൽ മതി. ഇതൊന്ന് വാടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം നേരത്തെ ഇച്ചിരി ഇതിൻ്റെ ഉള്ളിലോട്ട് വീണ വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി, പച്ചമുളക്. സോ ഒന്ന് നൈസായിട്ട് വാടട്ടേട്ടോ. അപ്പം നമ്മുടെ സവാള ആൻഡ് ക്യാപ്സിക്കം ഏകദേശം വാടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ ഇട്ടിന്റെ ബാക്കി അതെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് ഇതിനൊരു പച്ചമണം ഉണ്ടാവും. സോ അതൊന്ന് വാടി മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മുടെ ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു നല്ല മണമൊക്കെ തന്നെയുണ്ട്. സോ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. അതെ അതെ, കാരണം എരിവ് വേണ്ടല്ലോ, നമുക്കൊട്ടും എരിവ് പറ്റില്ല. ആൻഡ് കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. നമുക്ക് അവസാനം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മ പറഞ്ഞു വന്നത് സാധാരണ നമുക്കൊട്ടും എരിവ് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യാറ്. പിന്നെ ചില്ലി ചിക്കൻ അധികം എരിവ് വേണ്ടല്ലോ. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളറല്ലേ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി സോസസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ റെഡ് ചില്ലിയാണ് ഉദ്ദേശിച്ചത്, ബട്ട് റെഡ് ചില്ലി ഉണ്ടായിരുന്നില്ല. സോ ഗ്രീൻ ചില്ലി സോസാണിത്. നമുക്കിതൊരു 2 മൂടിയിലെടുക്കാം. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്തെടുക്കാം. 3 എണ്ണം ഇട്ടേക്കാം. ആൻഡ് സോയാ സോസ് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. മൂടിയുടെ അളവിന് ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. നല്ല കളർ ഒഴിക്കും. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഞാൻ അളവൊന്നും പറയണില്ല, കാരണം ഇതിൽ നിന്ന് വരണനുസരിച്ച് നമുക്ക് ടേസ്റ്റ് അനുസരിച്ചൊക്കെ ഇനിയും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. അത്യാവശ്യത്തിന് പിച്ചിൽ ഇട്ട് കൊടുക്കാം. കളർ കൊള്ളാം അല്ലേ. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ചൊക്കെ വന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ പണിയൊന്നുമില്ല. ചില്ലി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കോൺഫ്ലവർ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതനുസരിച്ച് അതിന് കട്ടി വരും. നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ആഡ് പതിയെ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി സെറ്റാക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കോൺഫ്ലവറിൻ്റെ ഇത് കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് സെറ്റായി കട്ടിക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഗ്രേവി ഒന്നും ഇല്ലെന്ന് തോന്നുമെങ്കിലും ബട്ട് നമ്മളത് സെറ്റ് ചെയ്തെടുക്കും. പിന്നെ ഈ എണ്ണ പോലെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് നമ്മൾ കറിയിലോട്ട് ഇട്ടത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ, അതാണ് എണ്ണയുടെ കളർ ഇതായിട്ടിരിക്കുന്നത്. നമ്മൾ കൂട്ടി മിക്സ് ചെയ്തു. ഇനി നമ്മൾ എടുത്ത് കലക്കി വെച്ച കോൺഫ്ലവർ നമുക്ക് മിക്സ് ചെയ്യാം. ഇച്ചിരി ഇട്ട് മിക്സ് ചെയ്തിട്ട് കട്ടി കൂടുന്നതനുസരിച്ച് നമുക്കിനി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കളറുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ സോസും എല്ലാം ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു കൺസിസ്റ്റൻസി കിട്ടും നമുക്കിതിപ്പോൾ വെള്ളം പോലെ അല്ലേ ഇരിക്കണം. കുറുകി വരുമ്പോൾ ഒരു കൺസിസ്റ്റൻസി കിട്ടുമല്ലോ. അങ്ങനെ വരട്ടെ. എന്തായാലും അത് കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇച്ചിരി കൂടി കോൺഫ്ലവർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് ഇതിലേക്ക് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ കഴിക്കാൻ തോന്നണല്ലേ.
നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചില്ലി ചിക്കൻ്റെ പോലെ ഇല്ലേ? ഐ തിങ്ക് സോ ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്യാം, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഗൈസ്, അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സ്ഥിരം ഉണ്ടാക്കണല്ലേ, നോക്കി കൊള്ളാം. നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ, കൊള്ളാം. പിന്നെ ഇതില് നമുക്ക് മറ്റേ നമ്മുടെ സ്പ്രിംഗ് ഒനിയനും പിന്നെ സാലറി ഒക്കെ ഇടണം. പക്ഷെ ഞാൻ പോയായിരുന്നു കടയിൽ, കിട്ടിയില്ല. സോ ഇത് സെറ്റാണ്. അതെ ഓക്കെ. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ദെൻ നെക്സ്റ്റ് നമ്മൾ ബിരിയാണിയിൽ ആഡ് ചെയ്യേണ്ട വെജീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനാണ്. ഇത് ഓൾറെഡി നമ്മളിപ്പോ സെറ്റാക്കി ചെയ്തായിരുന്നു. ഉപ്പ് ഇട്ടിട്ട് മുട്ട വറുത്തെടുത്തു പൊട്ടി തെറിക്കും. അപ്പൊ നമുക്ക് ഇനി ബീൻസും ക്യാരറ്റും കൂടെ ജസ്റ്റ് സെറ്റാക്കാം. യുദ്ധം നടക്കും മിക്കവാറും ഇങ്ങനെയാണെങ്കിലും ഇവിടെ. ഇതൊന്നെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്, അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇത് ചെയ്യൂലേ, പുട്ട് ഉണ്ടാക്കൂലേ, ആ സ്റ്റീം ചെയ്തെടുക്കാം, അതേപോലെ സ്റ്റീം ചെയ്തെടുക്കും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം. ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, സോ ഓൾറെഡി വെന്തിട്ടുണ്ടാവും. നമുക്ക് ലാസ്റ്റ് ഇത് രണ്ട് സെറ്റാക്കി കിട്ടുമ്പോൾ നമുക്ക് ഗ്രീൻ പീസും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മുട്ടയും അതൊക്കെ ഇട്ട് വെജീസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പിന്നെ റൈസിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഏകദേശം ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒന്ന് കുറച്ച് വെക്കാം, കഴിഞ്ഞുള്ള സാധ്യതയുണ്ട്. മുട്ട ഇടുന്നതിന് മുമ്പ് നമുക്ക് ഗ്രീൻ പീസ് ഇടണം, അതിന്റെ കാര്യം മറന്നുപോയി. നമുക്ക് നൈസായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയും കൂടി മിക്സ് ചെയ്യാം. ചിക്കനും കൂടി ഇടണമായിരുന്നു കുറച്ച്, ഞാൻ എടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി. സോ ചിക്കൻ ഇല്ല ഇതിൽ. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്ന് കൊള്ളാം. അത്തക്കളോട്ട് പോലെ ഉണ്ട്. ആൻഡ് നമുക്കിതിലേക്ക് സോയാ സോസ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഒരു മൂടിയുടെ 2 മൂടി എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. മുട്ട വറുത്തപ്പോൾ ഓൾറെഡി മിലു ആഡ് ചെയ്തായിരുന്നു. പോയി അത് കൊണ്ടാണെന്നൊന്നും വിചാരിക്കരുത്, പക്ഷെ പെട്ടെന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ഇനി കുരുമുളകും കൂടി മിക്സ് ചെയ്യാം. നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈസിലോട്ട് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം പറ്റി ആവശ്യം ഇരുന്നോട്ടെ. ആൻഡ് മിക്സ് മിക്സ് മിക്സ്. ല്ലേ എന്ത് പാടുന്നത്. ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, സൂപ്പർ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് റൈസ് റെഡിയാക്കാം. സോ ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഇച്ചിരി ഓയിൽ ഓർ RKG നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. ആദ്യം കൊണ്ടുപോട്ടെ. ആവിയല്ല, വെള്ളം, ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു. പറ്റട്ടെ, പോയിട്ടുണ്ട്. നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മതി. നമുക്കിനി ഇപ്പോൾ ഫസ്റ്റ് തന്നെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിലും ഞാൻ ചിക്കൻ മിക്സ് ചെയ്യാൻ ബിരിയാണിയുടെ വീട്ടിൽ ഫുള്ളും ബിരിയാണി വെക്കാറ്. വല്ലപ്പോഴൊക്കെ ഫ്രൈഡ് റൈസ് കട്ടയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക.
നേരത്തെ ചെയ്ത് വെച്ച വെജീസിന്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തു മിക്സ് ചെയ്ത് ഒരുമിച്ച് എടുത്തോണ്ടിരിക്കണം. വീഡിയോ എടുക്കുന്നുണ്ട്, പറ്റുന്നില്ല. സോ അപ്പൊ നമ്മളിതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഫുള്ള്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും നമ്മുടെ ചില്ലി ചിക്കനും സെറ്റായി ഗായ്സ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ സെറ്റായി. അച്ചാർ എടുത്തിട്ടുണ്ട് ഞാൻ. ആൻഡ് മമ്മിയൊക്കെ കഴിച്ചു നോക്കി നല്ലതാണെന്നൊക്കെ പറഞ്ഞു. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ആൻഡ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.